അത് നമ്മുടെ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയണമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ നീ നിന്റെ അച്ഛനോട് പറയണമായിരുന്നു. അതിനു പകരം നീ ചെയ്തെന്താ? അവനോടൊപ്പം മുറി കയറി വാതിലടച്ചിരുന്നു. മമ്മി, അതങ്ങനെ സംഭവിച്ചതല്ല. തരുണിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാ ഇവള് ഫംഗ്ഷൻ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇവരെ ഒന്നിച്ച് കനക കണ്ടിരുന്നു. കനകയോട് തരുൺ തന്റെ ഫ്രണ്ടാണെന്ന് പറയുകയും ചെയ്തു. പക്ഷെ നന്ദിനിയാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. തരുൺ വന്നപ്പോ തരുൺ എന്റെ കൂട്ടുകാരനാന്ന് നന്ദിനിയോട് കനക പറഞ്ഞതാ. പക്ഷെ നന്ദിനി അത് കേട്ടില്ല. പകരം കള്ളൻ കള്ളൻ വിളിച്ചു കൂവി. എല്ലാരും കൂടി ഓടി വന്ന് നമ്മളെ ഒരുമിച്ച് കണ്ട അത് നമ്മുടെ കുടുംബത്തിന് നാണക്കേടാവുന്ന ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് മാത്രമാ മമ്മി ഞാൻ അവനോട് ബാത്റൂമിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞേ. മമ്മി, വളരെ സിമ്പിളായിട്ട് അവസാനിക്കുമായിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. പക്ഷെ കിട്ടിയ അവസരം നന്ദിനി ഉപയോഗിച്ചു. അവൾക്കറിയാലോ ഞാനും വേദയും മമ്മിയുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ പിന്നെ നമ്മളെ നാണം കെടുത്താൻ നല്ലൊരവസരം അതവൾ ഉപയോഗിക്കില്ലേ? ഇപ്പൊ അവള് ജയിച്ചല്ലോ മമ്മി. വേദയ്ക്ക് ചീത്തപ്പേരുമായി. വേദയും മമ്മിയും തമ്മിൽ തെറ്റി. മമ്മി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. എത്രയോ പയ്യന്മാർ എന്റെ പുറകെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഒഴിവാക്കിയത്. ഞാൻ അങ്ങനെ മമ്മിയെ നാണം കെടുത്തുന്ന ഒരു കാര്യം ചെയ്യില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മമ്മിക്ക് എന്നെ വിശ്വാസം വരുന്നില്ലെങ്കിൽ മമ്മി ഇനി എനിക്ക് എന്ത് ശിക്ഷയാന്ന് പറ. മുറി വിട്ട് ഇനി പുറത്തിറങ്ങരുതെന്ന് തീരുമാനിച്ച എനിക്ക് അതും കുഴപ്പമില്ല. അവള് നമ്മളെ ഒറ്റപ്പെടുത്താൻ നോക്കുക മമ്മി. അവളുടെ ഉദ്ദേശം സൂര്യയും ഡാഡിയും കയ്യിലെടുത്ത് ഈ കുടുംബം ഭരിക്കുക എന്നതാ.